ഹായ് ഹലോ വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഞാൻ അഭിജിത്ത് എടോനി, സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം കുറേ എക്സാമുകൾ നമുക്ക് മെയിൻസ് എക്സാമുകളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഇപ്പോൾ EFA അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഇങ്ങനത്തെ ഒരുപാട് മെയിൻസ് എക്സാമുകൾ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള മെയിൻസ് എക്സാമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സാമുകളിലെല്ലാം തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു ഭാഗമാണ് ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻസ് എക്സാമിനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഇനി അത് അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ നമുക്ക് പല രീതിയിലുള്ള ഫാക്റ്റുകളാണ് പഠിക്കാറുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവും തമ്മിൽ നമ്മുടെ സിലബസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ആ സിലബസിൽ ഇത് ഏത് ഭാഗത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാനൊന്നും സാധിക്കില്ല. പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത് പഠിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ചോദ്യം കടന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും NCERT ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ ഈ ഒരു ഭാഗം എന്തായാലും കണ്ണിൽ തടഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്യും, ചോദ്യം ഇടും. കാരണം അങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് കൺസെപ്റ്റോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കത് വളരെ കാലങ്ങളോളം നമ്മുടെ മൈൻഡിൽ കൊണ്ടു നടക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ കാണാതെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമേ ആ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കുള്ളൂ. പിന്നീട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യമായിട്ട് ഇരുന്ന് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല സമാധാനത്തോടെ ഇരുന്ന് കാണുക. ഇതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേവല ഭൂരിപക്ഷം ആനുപാതികം ഏത് പാതിരാത്രിക്ക് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടക്കാം എന്താണ് ആനുപാതിക പ്രാതിനിധ്യവും അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷവും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഒരു വ്യവസ്ഥ എന്നൊക്കെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വ്യവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ രണ്ട് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലടാ. രണ്ട് രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഇന്ത്യയിൽ കാര്യമായിട്ട് നടക്കുന്നത്. എങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പാണ്? ഒന്ന്, ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അല്ലേ. ജനങ്ങൾ നേരിട്ട് വോട്ട് അല്ലേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തെരഞ്ഞെടുപ്പുകളെ നമ്മൾ എന്താ പറയാറ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയും അല്ലേ. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം തുടക്കാറുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യാതെ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഉണ്ട് അല്ലേ. അതേതാണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇത് രണ്ടും നമുക്ക് അറിയുന്നതാണല്ലോ. പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പരോക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പുകളാണ് ലോകസഭ, അറിയാലോ, ലോകസഭ, നിയമസഭ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പം ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നത്. ലോകസഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. ദെൻ പരോക്ഷപരമായിട്ട് ജനപ്രതിനിധികൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് രാജ്യസഭ. ഏതാണ്? രാജ്യസഭ. അതുപോലെ തന്നെ രാജ്യസഭ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രപതി. ഏതാണ്? രാഷ്ട്രപതി. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ. അവിടെയൊന്നും നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യാറില്ല, വോട്ട് ചെയ്യാറില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ രീതി നോക്കിക്കഴിയുമ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കുന്ന ഇലക്ഷൻ സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഇതിന് മറ്റൊരു പേര് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് FPTP എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എക്സാമുകളിൽ FPTP പ്രകാരം ഇലക്ഷൻ നടക്കുന്ന ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, കേവല ഭൂരിപക്ഷം തന്നെയാണ് ഫസ്റ്റ് പാസ്റ്റ് ദ
പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP സമ്പ്രദായം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കറിയാം പരോക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ പരോക്ഷ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമ്പ്രദായമാണ് ആനുപാതിക പ്രാതിനിധ്യം. എന്താണ് ആനുപാതിക പ്രാതിനിധ്യം? അറിയാലോ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഓക്കെ, അതിന് മറ്റൊരു പേരെന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന, നമ്മൾ കേട്ട് പരിചയമുള്ള ഇലക്ഷനുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചാൽ നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാലോ. പ്രത്യക്ഷ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് ലോകസഭ. ജനങ്ങൾ വോട്ട് ചെയ്യാതെ ജനപ്രതിനിധികൾ വോട്ട് ചെയ്യുന്നതാണ് രാജ്യസഭ. ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവല ഭൂരിപക്ഷ പ്രകാരവും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യവും തമ്മിലാണ്, അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനമാക്കിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം എനിക്ക് 1-2 കാര്യങ്ങൾ അറിയണം. ആദ്യം 1-2 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് ലോകസഭയും രാജ്യസഭയും സംബന്ധിച്ചാണ്. ലോകസഭ അതുപോലെ തന്നെ രാജ്യസഭയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്ത് എത്ര ലോകസഭാ സീറ്റുകൾ ഉണ്ടെന്ന് ആലോചിക്കുകയെ. ലോകസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒരു സംശയമില്ലല്ലോ. ലോകസഭാ സീറ്റുകൾ നമുക്ക് 20 സീറ്റുകൾ, 20 മണ്ഡലങ്ങളുണ്ട്. എത്ര മണ്ഡലങ്ങളുണ്ട്? 20 മണ്ഡലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രദേശത്തിന് നമ്മൾ 20 ഇങ്ങനത്തെ ചെറിയ മണ്ഡലങ്ങളായിട്ട് മുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 20 മണ്ഡലങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ എന്ത് നടത്തുന്നു? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏത് തെരഞ്ഞെടുപ്പിലാണ്? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവിടെ എത്ര മണ്ഡലങ്ങളുണ്ട്? 20 മണ്ഡലങ്ങൾ. സെറ്റല്ലേ? 20 മണ്ഡലങ്ങളാണ് ലോകസഭയിലുള്ളത് കേരളത്തിൽ. ഓക്കെ, എന്നാൽ രാജ്യസഭയിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? രാജ്യസഭയിൽ, കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആദ്യഘട്ടം കേൾക്കുമ്പോൾ നമുക്ക് 9 എന്ന് പറയാൻ തോന്നുമെങ്കിലും 9 എന്ന് പറയുന്നത് മണ്ഡലങ്ങളുടെ എണ്ണം അല്ല, കേരളത്തിലെ സീറ്റുകളുടെ എണ്ണമാണ്. ഓക്കെ, കേരളത്തിൽ രാജ്യസഭ എന്ന് പറയുന്നത് ഒരൊറ്റ മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. എത്ര മണ്ഡലമായിട്ടാണ്? ഒരൊറ്റ മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ ചെറിയ മണ്ഡലങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുറിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ രാജ്യസഭയിൽ കേരളം എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. മണ്ഡലം നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലമായിട്ടാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ മനസ്സിലായല്ലോ? ഓക്കെ, അതായത് മണ്ഡലത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ലോകസഭയിൽ എന്താണ്? ഇതല്ലേ ഓരോ മണ്ഡലങ്ങൾ. ഈ ഓരോ മണ്ഡലങ്ങളും ചെറിയ ഭൂപ്രദേശമല്ലേ? ചെറുതല്ലേ? ചെറുതാണ്. ഓരോ പ്രദേശവും ചെറിയ ഭൂപ്രദേശങ്ങളാണ്. രാജ്യസഭയിലേക്ക് നോക്കിയേ, വലിയ പ്രദേശമല്ലേ? ഇവിടെ വലിയ പ്രദേശമായിരിക്കില്ലേ? മണ്ഡലം എന്ന് പറയുന്നത് വലിയ പ്രദേശമായിരിക്കും. കേരളം മൊത്തമായിട്ടൊരു മണ്ഡലമായി. മറ്റത് കേരളത്തിലെ ചെറിയ മണ്ഡലങ്ങളാക്കി മുറിച്ചു. ഇപ്പുറത്ത് കേരളം മൊത്തമായിട്ടൊരു മണ്ഡലം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ രാജ്യം മൊത്തമായിട്ടൊരു മണ്ഡലമായി കണക്കാക്കാറുണ്ട്. അപ്പം വലിയ പ്രദേശമാണ് ഏതിലുണ്ടാവുക? ഇത് ലോകസഭയാണ്, കേവലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് രാജ്യസഭയാണ്, ആനുപാതികമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ടോ പറയുന്നത്. അപ്പോൾ വലിയ പ്രദേശങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ചിലപ്പം രാജ്യം തന്നെ എന്തായേക്കാം? ഒരു മണ്ഡലമായേക്കാം. അങ്ങനെ ആനുപാതികത്തിൽ കണക്കാക്കാം. ദെൻ ഇപ്പുറത്ത് നോക്കിക്കേ, ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ആ 20 മണ്ഡലങ്ങളിൽ നിന്നും ഒരാൾ വിജയിച്ചു വരുന്നില്ലേ? അതായത് 20 സീറ്റാണുള്ളത്. 20 മണ്ഡലങ്ങൾ. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ലോകസഭാ മണ്ഡലത്തിലാണ് ഉണ്ടാവുക. ആ ഓരോ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ഒരാളാണ് വിജയിച്ചു വരിക അല്ലേ? അപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് വരുന്നത്. ഒരു പ്രതിനിധിയാണ് വിജയിച്ചു വരിക. എന്നാൽ ഇവിടെയോ? ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. ഒരു മണ്ഡലമാക്കി നോക്കുമ്പോൾ ഒരു പ്രദേശമാണല്ലേ? ഒരു മണ്ഡലമാണ്. ആ ഒരു മണ്ഡലത്തിൽ നിന്നും 9 പേര് വരുന്നുണ്ട് രാജ്യസഭയിലേക്ക്. കേരളത്തിൽ നിന്ന് 9 സീറ്റ് ഉണ്ട് അവിടെ രാജ്യസഭയിൽ. മനസ്സിലായോ? ഒരു മണ്ഡലത്തിൽ നിന്നും 9 പ്രതിനിധികൾ. അതായത് ഇത് ഏകാംഗ മണ്ഡലങ്ങളാണെങ്കിൽ ഇത് ബഹു അംഗ മണ്ഡലങ്ങളാണ്. ഒന്നിലധികം പ്രതിനിധികൾ ഒരു മണ്ഡലത്തിൽ നിന്നും വരുന്നു. അപ്പോൾ 2 വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. രാജ്യസഭയിൽ എന്താണ്? ഒറ്റ മണ്ഡലേ കേരളത്തിലുള്ളൂ. ആ ഒറ്റ മണ്ഡലത്തിൽ നിന്നും 9 പ്രതിനിധികൾ പോകുന്നുണ്ട്. ലോകസഭയാണെങ്കിൽ 20 മണ്ഡലങ്ങളുണ്ട്. ആ 20 മണ്ഡലങ്ങളിൽ നിന്നും ഓരോ ആളുകളാണ് ലോകസഭയിലേക്ക് പോകുന്നത്. അതായത് 20 സീറ്റ് ഉണ്ട്, 20 പ്രതിനിധികളുണ്ട്. അറിയുന്നതാണ്. ഇനി എനിക്ക് അടുത്തായിട്ട് അറിയേണ്ടത് ഈ രാജ്യസഭയെക്കുറിച്ചാണ്.
ഈ രാജ്യസഭയിലെ വോട്ടർമാരാരാണ്? ഇവിടെ ജനങ്ങളാണില്ലേ വോട്ടർമാർ, ലോകസഭയിൽ ജനങ്ങളാണ് വോട്ടർമാർ. ഇവിടെ ആര് വോട്ടർമാർ ചെയ്യുന്നത്? രാജ്യസഭയിൽ വോട്ട് ചെയ്യുന്ന ആരാണ്? അത് MLA-മാരാണ്. ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. MLA-മാരാണ് എവിടെ വോട്ട് ചെയ്യുന്നത്? നമ്മുടെ രാജ്യസഭയിൽ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടർമാരായിട്ട് പരിഗണിക്കുന്നത്. അതായത് കേരളത്തിലെ 140 MLA-മാരാണ് എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കേവല ഭൂരിപക്ഷത്തിനെ കുറിച്ച് നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ ഫാക്റ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഈ കാര്യം പഠിച്ചെടുക്കാനും ശ്രമിക്കാം. ഓക്കെ ആണ്. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ഇത് ഒരു SCERT ടെക്സ്റ്റ് ബുക്കിൽ, SCERTയിലെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രത്യക്ഷ പരോക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, 2 രീതിയിലെ തെരഞ്ഞെടുപ്പാണ്, അത് നമ്മൾ പരിചയപ്പെട്ടു. ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോകസഭ, സംസ്ഥാന നിയമസഭ, പഞ്ചായത്ത്, നഗര ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമാണ് അവിടെ നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ സമ്പ്രദായം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണെന്ന് പറയുന്നു. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ചു പോകാം. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിച്ചാണ്. എത്ര സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും അവിടെ എന്ത് ചെയ്യാം, ലോകസഭയിലൊക്കെ എത്ര ആൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്നു. ഓക്കെ, നമുക്കറിയുന്നതാണ്, നമ്മുടെ ലോകസഭയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിച്ചു വരുന്ന രീതിയാണ് നമ്മുടെ ലോകസഭയിലൊക്കെ ഉള്ളത്. അത് ഏതാണ്? കേവല ഭൂരിപക്ഷമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ ലളിതവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഭൂരിഭാഗം ജനാധിപത്യ രാജ്യങ്ങളും കേവല വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കേവല ഭൂരിപക്ഷമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കാരണം കൂടുതൽ ജനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതുമായ ഒരു വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷമാണ് ഒരുവിധം രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഇത് ബേസിക് ആയിട്ട് SCERTയിൽ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ എന്താണ് ആനുപാതികമെന്നും കൂടി ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന വ്യവസ്ഥയാണ് ഇത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഏത് വ്യവസ്ഥയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA-മാരാണ്. കണ്ടല്ലോ, MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുള്ള അംഗബലത്തിന് ആനുപാതികമായാണ് അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ കേരളത്തിലെ സർക്കാർ നോക്കുമ്പം കേരളത്തിലെ MLA-മാർ കൂടുതൽ ആർക്കായിരുന്നു? സ്വാഭാവികമായിട്ടും CPM-നായിരുന്നു അല്ലേ, LDF ഗവൺമെൻറ്റായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിയമസഭയിൽ അവർക്ക് 99ഓളം സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 99 സീറ്റിന് ആനുപാതികമായിട്ടുള്ള ആളുകളെ എങ്ങോട്ട് പറഞ്ഞയക്കാം? രാജ്യസഭയിലേക്ക് CPM-ന് പറഞ്ഞയക്കാമായിരുന്നു. എന്നാൽ ഇപ്പം എന്തായി? നേരെ തിരിച്ചായി. ഇപ്പം 103 സീറ്റ് ആർക്കുണ്ട്? UDF-നുണ്ട്. സ്വാഭാവികമായിട്ടും ആ 103 സീറ്റിന് ആനുപാതികമായിട്ടുള്ള പ്രതിനിധികളെ UDF-ന് എങ്ങോട്ട് അയക്കാം? രാജ്യസഭയിലേക്ക്. അപ്പോൾ ആ ഒരു രീതിയാണ് ആനുപാതികമായി എത്ര സീറ്റാണുള്ളത് അതിന് ആനുപാതികമായിട്ട് കൊടുക്കുന്നതാണ് എന്ത്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇനി പഠിക്കേണ്ടത് എവിടെയാണ്? NCERT. ഇവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉറവിടമായിട്ട് വരുന്നത്. അപ്പോൾ NCERT ആണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, എന്താണ് NCERTയിൽ പറയുന്നത് നോക്കി. ഇങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ, കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, താരതമ്യം എന്താണെന്ന് +1 ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ? FPTP ആണ്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൽ കണ്ടോ, നിങ്ങൾ ഇവിടെ കണ്ടോ, കുറേ പോയിന്റുകളായിട്ടാണ്. 1, 2, 3, 4, 5, അതുപോലെ തന്നെ 6, ഇങ്ങനെ 6 പോയിന്റുകളായിട്ട് അല്ലെങ്കിൽ 6 എന്താണ് സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കൂടുതൽ ഇതുവരെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം വന്നിരിക്കുന്നത് ഈ ഒരു
പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു താരതമ്യപ്പെടുത്തിയിട്ടുള്ള കോളത്തിൻ്റെ ഉള്ളതാണ്. ഇത് പഠിച്ചാൽ സെറ്റാണ്. ഇത് വെറുതെ ഇരുന്ന് വായിച്ചാൽ ഇതൊന്നും മനസ്സിലാവില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കണ്ടന്റ് വെച്ച് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നോക്കി, ഇവിടെ കേവല ഭൂരിപക്ഷത്തിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് മണ്ഡലങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്. കേവല ഭൂരിപക്ഷം നടക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ലോകസഭ, ആനുപാതികം പറഞ്ഞിരിക്കുന്ന രാജ്യസഭ, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇവിടെ വായിച്ചു നോക്കി. നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് പറയുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിക്കുന്നു. നമ്മൾ കേരളത്തിലാണ് വിഭജിച്ചത്. അപ്പൊ ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകൾ അല്ലേ, ചെറിയ ഭൂപ്രദേശങ്ങളായിരിക്കും എന്ത്, മണ്ഡലങ്ങളായിട്ടുണ്ടാവുക. ഇപ്പുറത്തോ വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലം. കേരളം മൊത്തമായിട്ട് രാജ്യസഭയിൽ ഒരൊറ്റ മണ്ഡലമായിട്ടാണ് പരിഗണിക്കുന്നത്. മറ്റേതോ കേരളത്തിലെ കുറേ ചെറിയ മണ്ഡലങ്ങളാക്കി. ചിലപ്പോൾ രാജ്യം മുഴുവൻ എന്തായേക്കാം, ഒറ്റ മണ്ഡലമായേക്കാം. അപ്പോൾ ആ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ. ലോകസഭയിൽ ചെറിയ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്, അതുകൊണ്ട് ആ കേവല ഭൂരിപക്ഷം ചെറിയ മണ്ഡലങ്ങളായിരിക്കും. രാജ്യസഭയിൽ ഒറ്റ മണ്ഡലമായിട്ടാണ് കേരളത്തിനെ പരിഗണിക്കുന്നത്, അതായത് വലിയ ഭൂപ്രദേശമായിരിക്കും ആനുപാതികത്തിനകത്ത് മണ്ഡലമായിട്ട് കണക്കാക്കുക. then അടുത്ത് നോക്കിയേ, എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. സംശയമൊന്നുമില്ലല്ലോടാ, സംശയമുണ്ടോ? ഇല്ലല്ലോ. ലോകസഭയിൽ 20 മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഓരോ ആളുകളെ വിജയിപ്പിച്ചു വരുന്നത്. ലോകസഭയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഏകാംഗ മണ്ഡലങ്ങളാണ്, ഒരു പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പുറത്തോ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികൾ, അതായത് കേരളം എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലത്തിൽ നിന്നും 9 പ്രതിനിധികൾ. കണ്ടോ, ബഹു അംഗ മണ്ഡലങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ 2 പോയിന്റും വേറെ ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കിയേ, വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത്. വോട്ടർമാർ വോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കാണ്, ശരിയല്ലേ? നമ്മൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പം എനിക്കും നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും, ഓരോ രാഷ്ട്രീയം ഉണ്ടായേക്കാം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയിലെ സ്ഥാനാർത്ഥിയേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്കും വോട്ട് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മളെ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ലോസ്ഡ് ബാലറ്റ് ആണ്. എന്താണ് ക്ലോസ്ഡ്? അപ്പൊ ഇതൊന്നും അറിഞ്ഞിരിക്കുക, ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ലോസ്ഡ് ബാലറ്റ് ആണ്. ക്ലോസ്ഡ് ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കൂടിനുള്ളിൽ പോയിട്ട് ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്ത ആൾക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന്. മനസ്സിലായോ? അതാണ്. എന്നാൽ രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ നടക്കുന്നത് സെമി ഓപ്പൺ സിസ്റ്റമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പോവാണ്. അപ്പൊ സെമി ഓപ്പൺ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്താണ് ഈ ഓപ്പൺ സിസ്റ്റം, ഓപ്പൺ ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നും അറിഞ്ഞിരിക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, ഒറിജിനിലേക്ക് പോണ്ട. അതായത് നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആരാടാ? രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ആരായിരിക്കും? അവിടെ MLA-മാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, MLA-മാരാണ് വോട്ട് ചെയ്യുന്നത്. ഈ MLA-മാർ എന്ന് പറയുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വിജയിച്ചു വന്ന ആളായിരിക്കും MLA എന്ന് പറയുന്നത് അല്ലേ? കോൺഗ്രസോ BJP-യോ CPM-ഓ ഒക്കെ ആയിട്ട് വിജയിച്ച് അവരുടെ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളുകളായിരിക്കും. അപ്പോൾ അവർ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? വോട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? ഓരോ പാർട്ടിക്കാരും കാൻഡിഡേറ്റ്സിനെ നിർത്തും, സ്ഥാനാർത്ഥികളെ നിർത്തും. ഓക്കെ ആണല്ലേ? അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യുന്ന MLA-മാർ, ഇപ്പം ഞാനൊരു കോൺഗ്രസ് MLA ആണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യേണ്ടത്, എനിക്ക് ചിലപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-ൻ്റെയും സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആർക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ? ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി പറയുന്ന ആൾക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വോട്ട് ചെയ്യാൻ. അതെന്തിനാ അങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം വന്നിരിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശത്തിന് എതിരായിട്ട് നമ്മൾ വോട്ട് ചെയ്താൽ അത് കൂറുമാറ്റം എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലേ? 52-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന കൂറുമാറ്റ നിയമം ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂറുമാറ്റ പ്രകാരം പാർട്ടി നിർദ്ദേശത്തിന് എതിരായിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ എന്ത് ചെയ്യാം? MLA സ്ഥാനം അവിടുന്ന് തെറിപ്പിക്കാൻ പറ്റൂലേ? നമുക്ക് അംഗത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ആർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ? എനിക്ക് CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാനൊരു കോൺഗ്രസ് MLA ആയതുകൊണ്ട് ഞാൻ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് മാത്രമേ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് സ്ഥാനാർത്ഥികൾക്കല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് ഉറപ്പിക്കുക? ഈ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് ഉറപ്പിക്കുക. അതിനാണ് നമ്മൾ സെമി ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ പറയുന്നത്.
അതായത് ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് MLA ആണല്ലോ, അല്ലെങ്കിൽ ഞാനൊരു CPM MLA ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ പാർട്ടിക്കാരും, ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ നിയമസഭയിൽ അവരുടേതായ ഇലക്ഷൻ ഏജന്റുമാരെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വോട്ട് ചെയ്ത കാര്യം എന്ത് ചെയ്യുന്നു? ഞാൻ കോൺഗ്രസ് MLA ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഏജന്റിന് മുന്നിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഞാൻ CPM ആണെങ്കിൽ CPMൻ്റെ ഇലക്ഷൻ ഏജന്റിന് മുന്നിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ BJPൻ്റെ MLA ആണെങ്കിൽ BJPൻ്റെ ഇലക്ഷൻ ഏജന്റിന് മുന്നിൽ കാണിക്കുന്നു. എന്നിട്ടാണ് അത് ബാലറ്റിലേക്ക് പോവുക. മനസ്സിലായോ? ആ ഒരു രീതി മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ആ രീതിയാണ്. അപ്പോൾ അതെന്താണ്? അത് ഓപ്പൺ ആണ് അല്ലേ? നമ്മൾ വോട്ട് ചെയ്ത മറ്റൊരാൾ കാണുകയാണ്, വോട്ട് ചെയ്ത് കാണിച്ചിട്ട് ശേഷമേ അത് വോട്ടായിട്ട് കൗണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഓപ്പൺ സിസ്റ്റമാണ്. മറ്റേത് ക്ലോസ്ഡ് ആണ്, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാലോ. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വോട്ടർമാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത്. മാറാനുണ്ടോ? കേവല ഭൂരിപക്ഷം ലോകസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഇപ്പുറത്ത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. വോട്ടർമാർ ആർക്കാണ്? പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. അല്ലാണ്ട് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർക്ക് വോട്ട് ചെയ്യണം? പാർട്ടി പറയുന്ന ആൾക്ക്, അതായത് പാർട്ടിക്കാണ് ആ വോട്ട് പോകുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഞാൻ അടുത്തൊരു പോയിന്റ് നോക്കിയേ. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചേക്കാം. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് എന്ത് ചെയ്തേക്കാം? ലഭിച്ചേക്കാം. അതെന്താണെന്ന് കണക്റ്റ് ആവണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ജസ്റ്റ് ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇലക്ഷനാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ എടുക്കാം. 4 അടുത്തടുത്തുള്ള മണ്ഡലങ്ങൾ എടുക്കാം. 4 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ 4 മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളുടെ പ്രത്യേകത, 4 മണ്ഡലത്തിലും 2 ലക്ഷം വോട്ട് വീതമുണ്ട്. 4 മണ്ഡലത്തിലും 2 ലക്ഷം വോട്ട് വീതമുണ്ട് ആണല്ലോ. ലോകസഭാ തെരഞ്ഞെടുപ്പാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഈ മണ്ഡലത്തിൽ UDF വിജയിച്ചു എന്ന് വിചാരിക്കുക. ഈ മണ്ഡലത്തിൽ UDF ആണ് വിജയിച്ചിരിക്കുന്നത്. മറ്റേ CPMനേക്കാൾ 20,000 വോട്ടിന്റെ ലീഡുണ്ട്. എത്ര വോട്ടിന്റെ ലീഡുണ്ട്? ഈ മറ്റേ സ്ഥാനാർത്ഥിനേക്കാൾ 20,000 വോട്ടിന്റെ ലീഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിജയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വിജയിച്ചത് LDF ആണ്. LDF വിജയിച്ചത് മറ്റേ സ്ഥാനം കടുകട്ടി ഇലക്ഷൻ ആയിരുന്നു. അവിടെ 1 വോട്ടിന്റെ ലീഡിൽ വിജയിച്ചു. അങ്ങനെ ജയിക്കാലോ? ജയിച്ചു. അപ്പോൾ 1 വോട്ടിന്റെ ലീഡിൽ ഇവിടെ ജയിച്ചു. ഇവിടെയും LDF ജയിച്ചു, ഇവിടെയും LDF ജയിച്ചു. വീണ്ടും കടുകട്ടി മത്സരമാണ്. UDFും LDFും തമ്മിൽ 10 വോട്ടിന്റെ ലീഡിലാണ് ജയിച്ചത്. UDFിനേക്കാൾ 10 വോട്ട് കൂടുതൽ LDFിന് ഈ മണ്ഡലത്തിൽ കിട്ടി. ഈ മണ്ഡലത്തിലും LDF തന്നെ ജയിച്ചു. നല്ല കടുകട്ടി മത്സരം. വീണ്ടും 20 വോട്ടിന് ജയിച്ചു. എത്ര വോട്ടിന് ജയിച്ചു? 20 വോട്ടിന് ജയിച്ചു. മനസ്സിലായല്ലോ? അപ്പം ഒരു വാർഡിൽ ഒരു മണ്ഡലത്തിൽ UDF നല്ല ബാഹുഭൂരിപക്ഷത്തോടു കൂടി 20,000 വോട്ടിന്റെ ലീഡ് CPMനേക്കാൾ കൂടുതൽ നേടിക്കൊണ്ട് വിജയിച്ചു. മറ്റ് 3 മണ്ഡലത്തിലും 1, 10, 20 വോട്ടുകളായിട്ട് LDF വിജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ വോട്ട് നോക്കിയേ. ഈ 4 മണ്ഡലത്തിലെ ടോട്ടൽ വോട്ട് നോക്കുമ്പോൾ കൂടുതൽ വോട്ട് ആയിരിക്കും? കൂടുതൽ വോട്ട് ഉള്ളത് ആർക്കാണ്? കൂടുതൽ വോട്ട് ആർക്കാണ്? UDFിനായിരിക്കും അല്ലേ? കൂടുതൽ വോട്ട്. ഇവിടെയൊക്കെ കടുകട്ടി ഒരുപോലെ ഏതാണ്ട് അടുപ്പിച്ചിട്ടുള്ള വോട്ടാണ്. ഇവിടെ 20,000 വോട്ട് കൂടുതലുള്ളതുകൊണ്ട് വോട്ട് കൂടുതൽ ആർക്കായിരിക്കും? UDFിനാണ്. എന്നാൽ സീറ്റ് കൂടുതൽ ആരാണ്? സീറ്റ് കൂടുതലുള്ളത് LDFിനാണ്. മനസ്സിലായോ? അപ്പോൾ വോട്ടിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? സീറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഏത് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ലോകസഭാ ഇലക്ഷൻ അല്ലേ? കേവലമല്ലേ? മനസ്സിലായോ? അപ്പോൾ വോട്ട് ശതമാനത്തിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചേക്കാം. വോട്ട് ശതമാനത്തിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുന്നതാണ് ഏതടാ? വോട്ട്. ഇപ്പം ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചേക്കാം. കിട്ടുമല്ലോ. അവിടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി. ഒരു വോട്ടാണെങ്കിൽ ഒരു വോട്ട്, 20,000 വോട്ടാണെങ്കിൽ വോട്ട് അവിടെ അല്ല, സീറ്റ് കൂടുതലുണ്ടെങ്കിൽ ഭരിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. എത്ര വോട്ടാണോ ഉള്ളത്? ഇപ്പോൾ നിയമസഭയിൽ MLAമാരല്ലേ രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ എത്ര MLAമാരുടെ സപ്പോർട്ടാണോ ഉള്ളത്, വോട്ടാണോ ഉള്ളത്, അതിന് ആനുപാതികമായിട്ട് രാജ്യസഭയിലേക്കുള്ള സീറ്റ് അനുവദിക്കുന്നു. അപ്പോൾ ആനുപാതികമായി, വോട്ടിന് ആനുപാതികമായി സീറ്റ് നൽകുന്നത് പേര് തന്നെ ഉണ്ട്, ആനുപാതിക പ്രാതിനിധ്യം. എന്നാൽ മറ്റൊരിടത്ത് അങ്ങനെയല്ല. വോട്ട് ശതമാനത്തിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എന്ത് കിട്ടിയേക്കാം? സീറ്റ് കിട്ടിയേക്കാം. അത് കേവല ഭൂരിപക്ഷമാണ്. ഇതിന് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിക്കുകയാണ്, കേവല ഭൂരിപക്ഷ പ്രകാരം, അതായത് ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. ഒരു ലോകസഭ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം, നമുക്കറിയുന്ന കേവല ഭൂരിപക്ഷ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഭൂരിപക്ഷം കിട്ടിയ ആളല്ലേ വിജയിക്കുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അത് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടോ? ഭൂരിപക്ഷം വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്കതിന് ഭൂരിപക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 50% +1 എന്നാണ് അർത്ഥം.
ഓക്കെ, അതായത് 100 വോട്ടുള്ള ഒരു മണ്ഡലം, 100 വോട്ടുള്ള ഒരു ലോകസഭാ മണ്ഡലം, അവിടെ ഒരാൾക്ക് 36 വോട്ട് കിട്ടി, ഒരാൾക്ക് 35 വോട്ട് കിട്ടി, ഒരാൾക്ക് 20 വോട്ട് കിട്ടി, അങ്ങനെ വോട്ട് കിട്ടി എന്ന് വിചാരിച്ചു. ആര് വിജയിക്കും? 36 വോട്ട് കിട്ടിയ ആളല്ലേ വിജയിക്കുക. അതായത് മറ്റേ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടിയത് അയാൾ ജയിക്കും. അവിടെ 50% എന്ന് പറയേണ്ട ആവശ്യമുണ്ട്? 50% എന്ന് പറഞ്ഞാൽ അത്ര 51 വോട്ട് കിട്ടണ്ടേ? അത് കിട്ടേണ്ട ആവശ്യമുണ്ടോ അവിടെ? വേണ്ട. അതായത് ഭൂരിപക്ഷം വോട്ട് ലഭിക്കേണ്ട ആവശ്യം ഇല്ല. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 50% + 1 എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല. എന്നാൽ ഇപ്പുറത്തോ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്ത് കിട്ടും? ഭൂരിപക്ഷം വോട്ടിൽ കിട്ടും. അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്താണ്? ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നത്. അവിടെ ഒരു കോട്ടയൊക്കെ നിശ്ചയിച്ചാണ് ഈ വോട്ടെടുപ്പൊക്കെ നടക്കുക. അപ്പോൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്ത് ലഭിക്കുന്നു? ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ബ്രിട്ടനും ഇന്ത്യയാണ്. ബ്രിട്ടനിലും ഇന്ത്യയിലുമാണ് കേവല ഭൂരിപക്ഷ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് സംവിധാനം നമ്മൾ കടമെടുത്തതുപോലെ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ ആനുപാതികത്തിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എവിടേക്കാണ്? ഇസ്രായേലും നെതർലാൻഡ് പോലുള്ള കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലാണ് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൊക്കെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് സെറ്റായി? കേവലവും ആനുപാതികവും സെറ്റായി. മനസ്സിലായോ? അപ്പോൾ ആദ്യം മണ്ഡലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. കേവലമാണെങ്കിൽ ചെറിയ മണ്ഡലങ്ങളായിരിക്കും. ഇപ്പുറത്ത് ആനുപാതികമാണെങ്കിൽ വലിയ ഭൂപ്രദേശമായിരിക്കും. ചിലപ്പം ഒരു രാജ്യം തന്നെ മണ്ഡലമായിരിക്കാം. ഇനി അവിടെ നിന്ന് നമ്മൾ എന്താണ് വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാണ്. അപ്പം വിജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വോട്ട് ചെയ്യുമ്പോൾ വോട്ടർമാർക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം. എവിടെ? കേവലത്തിലാണെങ്കിൽ. ആനുപാതികത്തിലാണെങ്കിൽ വോട്ട് ചെയ്യുന്ന ആൾ വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ്, അല്ലേ? പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരാൾക്കേ വിജയിക്കാൻ പറ്റുള്ളൂ കേവല ഭൂരിപക്ഷത്തിൽ. എന്നാൽ ആനുപാതികത്തിൽ അങ്ങനെയല്ല. ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വിജയിച്ചു, അല്ലെങ്കിൽ ഒന്നിലധികം പ്രതിനിധികൾ വരുന്നുണ്ട്. ബഹുഅംഗ മണ്ഡലങ്ങളായിരിക്കും, ആണല്ലോ. അതുപോലെ ഇപ്പുറത്ത് കേവല ഭൂരിപക്ഷത്തിനകത്ത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കേണ്ട ആവശ്യം ഇല്ല. മറ്റേ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി. എന്നാൽ ആനുപാതികത്തിനകത്ത് എങ്ങനെയാണ്? വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ വിജയിച്ചു വരുന്ന പാർട്ടിക്ക് വോട്ടിന്റെ ശതമാനത്തിനേക്കാൾ കൂടുതൽ സീറ്റ് എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്? കേവല ഭൂരിപക്ഷത്തിൽ ചാൻസ് ഉണ്ട്. എന്നാൽ ഇപ്പുറത്തോ ആനുപാതികത്തിനകത്ത് വോട്ട് എത്രയാണോ ഉള്ളത്, വോട്ട് ശതമാനത്തിന് ആനുപാതികമായിട്ടാണ് എന്ത് ലഭിക്കുക? സീറ്റ് ലഭിക്കുക. നമ്മൾ ഈ ഒരു ആശയം കേവലം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിലും കേവല ഭൂരിപക്ഷമാണ് പൊതു തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും നെതർലാൻഡും. അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഒരു മാർക്ക് പോലും ഇനി ഇവിടുന്ന് പോകാൻ പാടില്ല, മാറാൻ പാടില്ല. ക്ലിയർ ആണ്? കണക്റ്റഡ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മാർക്ക് പോകരുത്. കഴിഞ്ഞ ഒരുപാട് എക്സാമുകൾക്ക് മെയിൻസിന് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. കാരണം നമുക്ക് അറിയുന്ന വിഷയമാണെന്ന് കരുതും, എന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അത് തെറ്റിപ്പോകരുത്, ലോജിക്ക് മനസ്സിലാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്തു വെക്കാം. 1-2 ചോദ്യം നോക്കാം കഴിഞ്ഞ എക്സാമുകൾക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ബാച്ചുകൾ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വേരിയസ് LGS ബാച്ച് ഉണ്ട് അല്ലേ? പുതിയതായിട്ടുള്ള രണ്ടാമത്തെ വേരിയസ് LGS ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1699 രൂപയാണ്. അതുപോലെ യൂണിഫോം ബാച്ച്, ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കാൻ സാധ്യതയുള്ള യൂണിഫോം എക്സാമുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് നടക്കുന്ന യൂണിഫോം എക്സാമുകൾ, അതിൻ്റെ ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. 1999 ആണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ LDCയും LGSും ഒരുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കോംബോ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDC 2.0 2027 രണ്ടാമത്തെ ബാച്ചും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള ആളുകൾ ഈ നമ്പറിൽ എന്ത് ചെയ്യാവുന്ന കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് എത്രയും പെട്ടെന്ന് ബാച്ചുകളിലൊക്കെ എടുത്ത് വരിക. എന്നിട്ട് നമുക്ക് ഓരോ പാഠങ്ങളും ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട 2 ചോദ്യം നോക്കിയാലോ? 2 ചോദ്യം നോക്കി. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമാണ് ചോദ്യം. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റും എന്നാൽ കുറച്ച് വോട്ടും ലഭിക്കാം. ശരിയല്ലേ? കേവല ഭൂരിപക്ഷത്തിൽ കുറച്ച് വോട്ടും കൂടുതൽ സീറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിയാണ്. ഈ സമ്പ്രദായത്തിൽ പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റ് കിട്ടും, എന്നാൽ കുറച്ച് വോട്ടേ ലഭിക്കുള്ളൂ. സാധ്യതയുണ്ട്. ഞാൻ അടുത്ത് നോക്കിയേ, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും എന്നാണ് കേവല ഭൂരിപക്ഷം പറയുന്നതാണോ? അല്ല, അത് തെറ്റാണ്.
അത് തെറ്റാണ്. വോട്ടിനനുസരിച്ചാണോ സീറ്റ് കിട്ടുക? അല്ല, വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് തെറ്റാണ്. അപ്പം 2 തെറ്റാന്ന് മനസ്സിലായി. അപ്പം 2 ശരിയാന്ന് പറയുന്ന ഒക്കെ ഒഴിവായിക്കൂടെടാ. 2 ശരിയാന്ന് പറയുന്ന ഒക്കെ ഒഴിവാക്കി. ഈ 3 ഓപ്ഷനിലും 2 ശരിയാന്ന് പറയുന്നുണ്ട്. അപ്പം 2 തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ 1ഉം 3ഉം എന്താണ്? ശരിയായിരിക്കും. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചിട്ടേ ഇല്ല, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. അപ്പോൾ അതുപോലെ പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, വേണമെങ്കിൽ 3ാമത്തെ ശരിയാണോ എന്ന് നോക്കിക്കോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. കണ്ടോ, ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ ഒരു ചോദ്യം കൂടി നോക്കിക്കേ. ഇത് ആനുപാതികവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശമായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? കേരളം മൊത്തം ഒരു മണ്ഡലമല്ലേ രാജ്യസഭയിൽ? അപ്പം വലിയ ഭൂപ്രദേശമല്ലേ? ആണ്. അതാണ് ആനുപാതികം. ഇവിടെ എന്താണ്? 1 ശരിയാണ്. ഓരോ മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഓരോ മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികൾ ഇല്ലേ? കേരളത്തിൽ നിന്ന് 9 പ്രതിനിധികളുണ്ട് രാജ്യസഭയിൽ. അതും ശരിയാണ്. ദെൻ വോട്ടർമാർക്ക് നേരിട്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാൻ സാധിക്കുന്നു. വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? ആനുപാതികത്തിൽ പറ്റുമോ? ഇല്ല. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. വ്യത്യാസം മനസ്സിലായി? അപ്പം പാർട്ടിക്കാണ്. അപ്പം ഇത് തെറ്റാണ്. അപ്പം 3 തെറ്റ്. 3 പ്രസ്താവന 3 തെറ്റാണെന്ന് പറയുന്നതാണ് ആൻസർ. ഇവിടെ സി ആണ് വരിക. എല്ലാ പ്രസ്താവനയും ശരിയാണോ? അല്ല. പ്രസ്താവന 2 തെറ്റാണോ? അല്ല. പ്രസ്താവന 3 തെറ്റാണോ? അതെ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ക്ലാസ്സുകളിലൂടെയൊക്കെ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലോജിക്കോട് കൂടി മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചാൽ എത്രയും വേഗം നമുക്ക് എന്തിലേക്ക് എത്താൻ സാധിക്കും? ഒരു ലിസ്റ്റിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് സൈലന്റ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതൊക്കെ പഠിച്ചെടുത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വപ്നമായ ആ ഒരു ഗവൺമെൻറ് ജോബിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൻ്റെ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഉടനെ കാണും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.